നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ നാളുകാർക്ക് സമ്മിശ്ര ഫലമാണ് കാണുന്നത്. സാമ്പത്തിക ഇടപാടിലെ തർക്കം വർദ്ധിപ്പിക്കാതെ നോക്കണം. പൊതുപ്രവർത്തന രംഗത്ത് നേട്ടമുണ്ടാകും, എന്നാൽ ശത്രുക്കൾ അധികരിക്കും. തൊഴിൽ രംഗത്ത് വൻ പുരോഗതി കാണുന്നു. ദോഷഫലങ്ങൾ കുറയുന്നതിനുള്ള യോഗം കാണുന്നു. ശത്രുദോഷം കുറയും. കോടതി കേസുകളിൽ വിജയം പ്രതീക്ഷിക്കാം. എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ അസംതൃപ്തിക്ക് ഇടയുണ്ട്. വാക്സാമർത്ഥ്യം കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ചിലവുകൾ അധികരിക്കുമെങ്കിലും വരുമാനം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളുടെ സാമ്പത്തിക സഹായം ആശ്വാസം നൽകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് കാലം അനുകൂലമായി കാണുന്നില്ല. സഞ്ചാരക്ലേശവും മാനസിക സംഘർഷവും ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകർ സഹായികളായി എപ്പോഴും കൂടെയുണ്ടായിരിക്കും എന്ന വിശ്വാസം നഷ്ടപ്പെടും. കാർഷിക രംഗത്ത് നേട്ടമുണ്ടാകുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ തന്മയത്വത്തോടുകൂടി അതിജീവിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുന്നതാണ്. വാഹന ഉപയോഗം കുറയ്ക്കണം. സന്താനങ്ങൾക്ക് മേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കും. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല. മേലുദ്യോഗസ്ഥന്റെ പ്രശംസ നേടും. മറ്റുള്ളവരുടെ ഉപദേശം ദോഷം ചെയ്യും. വാഹനയോഗം കാണുന്നു. വ്യക്തിഗത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഷെയർ ബിസിനസ്സിൽ നഷ്ടം കാണുന്നു. ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും. സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല. വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം മനോദുഃഖത്തിന് ഇടവരുത്തും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഭാര്യയുടെ സംശയദൃഷ്ടി മൂലം കുടുംബത്തിൽ സ്വൈര്യത നഷ്ടപ്പെടും. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകുവാനിടയുണ്ട്. ചതിയിൽപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കും. ഈശ്വരാധീനം ഉണ്ടാകും. എങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അനർത്ഥങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നതാണ്. നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം കാണുന്നു. മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകും. ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം കാണുന്നില്ല. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കാണുന്നു. വരുമാനത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും. 2024 മെയ് ജൂൺ മാസങ്ങളിൽ പിതാവിന്റെ രോഗം മനസ്സ് വേദനിപ്പിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്വജനങ്ങളുമായി പിണങ്ങിക്കഴിയേണ്ട സാഹചര്യം കാണുന്നു. വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം കടം വീട്ടുന്നതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. കർഷകർക്ക് കൃഷിയിൽ നിന്നും നേട്ടമുണ്ടാകും. ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ കലഹത്തിനിടയുണ്ട്. സ്ത്രീകളോട് വിധേയത്വം കാണിക്കുന്നതാണ്. എല്ലാ രംഗങ്ങളിലും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടത്തിന് ഇട കാണുന്നു. പൂർവിക സ്വത്തുകൾ കൈവശം വന്നു ചേരും. അടുത്ത ബന്ധുക്കൾ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറും. സന്താനങ്ങളുടെ പെരുമാറ്റം മനസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലാവില്ല. ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടും. പരിശ്രമത്തിനനുസരിച്ചുള്ള ധനലാഭം ലഭിക്കണമെന്നില്ല. ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി മോശമായി പെരുമാറും. മാതാവിന്റെ സ്നേഹം കൂടുതലായി ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമുണ്ട്. സഹായ വാഗ്ദാനം നൽകുന്നവരുടെ പിന്മാറ്റം മാനസിക സംഘർഷമുണ്ടാക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അകാല വിയോഗം മനസ്സ് അസ്വസ്ഥമാക്കും. വിദ്യാഭ്യാസ രംഗത്ത് നല്ല അവസരങ്ങളുണ്ടാകും. 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഊഹക്കച്ചവടത്തിൽ വൻ നഷ്ടത്തിനിട കാണുന്നു. സഹോദരങ്ങളുമായി നിരന്തരം അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങൾക്കും ഇടവരുത്തും. അധ്യാപകർക്ക് കാലം അനുകൂലമാണ്. ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യം കാണുന്നു. കടുത്ത വിമർശനങ്ങൾക്കോ നിയമ നടപടികൾക്കോ വിധേയനാകാനിടയുണ്ട്. മാതാപിതാക്കളുടെ വിരോധം സമ്പാദിക്കുന്നതാണ്. മിത്രങ്ങൾ ശത്രുക്കളായി മാറും. ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു. ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം.
ആരോഗ്യം മെച്ചമാണെങ്കിലും സൂക്ഷിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തുടങ്ങിവെച്ച പല കാര്യങ്ങൾക്കും കാലതാമസം നേരിടും. ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടാകും. കുടുംബത്തിലെ അപസ്വരങ്ങൾ മാറിക്കിട്ടും. ഷെയർ ബിസിനസ്സിൽ നഷ്ടത്തിനുള്ള ഇട കാണുന്നു. സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കും. ക്ഷിപ്രകോപം ശത്രുതയുണ്ടാക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മാറും. കർമ്മരംഗത്ത് വൻ നേട്ടമുണ്ടാകും. വിവാഹ തടസ്സം മാറിക്കിട്ടും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ്. ധനയോഗം കാണുന്നു. സുഹൃത്തുക്കളുടെ എണ്ണം വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങിക്കും. വ്യാപാര ആവശ്യത്തിനു വേണ്ടി വാഹനങ്ങൾ വാങ്ങുവാനിടയുണ്ട്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജീവിത പങ്കാളിയുമായി അകന്നു കഴിയേണ്ടതായി വരും. കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നു. ആരോഗ്യനില മോശമാകുന്നതാണ്. ധനപരമായി കാലം വളരെ അനുകൂലമാണ്. ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും. കൂട്ടുബിസിനസ്സിൽ ഏർപ്പെടരുത്. അകന്നു നിന്നിരുന്നവർ അടുത്തു വരുമ്പോൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകൾ കരുതലോടുകൂടി ചെയ്യണം. കർഷകർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും. മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കേണ്ടി വരും. പൊതുരംഗത്ത് ശ്രദ്ധേയമായ നേട്ടമുണ്ടാകും. ഈശ്വര കടാക്ഷം കൂടുതലായി കാണുന്നു. തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും. കുടുംബകാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും. മാതാവിന്റെ രോഗം മനോവിഷമത്തിനിടയാകും. അധികാരഭാവത്തിൽ പ്രവർത്തിക്കും. ശുക്രചന്ദ്ര പരിവർത്തനം മൂലം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. വിശ്വസ്തരിൽ നിന്നും വിപരീതങ്ങളായ പ്രവർത്തനങ്ങളുണ്ടാകും. 2024 നവംബർ ഡിസംബർ മാസങ്ങളിൽ മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും. ആഗ്രഹിച്ച പദവികൾ നേടും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ധനപരമായി വൻ പുരോഗതിയുണ്ടാകും. വ്യാപാരികൾക്ക് കാലം അനുകൂലമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. എല്ലാ രംഗങ്ങളിലും നേട്ടം കാണുന്നു. പൊതുരംഗത്ത് നേട്ടമുണ്ടാകും. സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകൾ കൈവിട്ടു പോകാതെ നോക്കണം. 2, 4, 8, 11, 17, 19, 22, 26, 29 തീയതികൾ ശുഭകരമായി കാണുന്നില്ല. പിതാവിന്റെ ധനസ്ഥിതി മെച്ചപ്പെടും. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള യോഗം കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടാകൂ. ചില അപകടങ്ങളിൽ നിന്നും ഈശ്വരാനുഗ്രഹങ്ങൾ രക്ഷ നേടും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ആത്മപ്രചോദനം ഉണ്ടാകും. വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും. വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നു. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ഈശ്വരാനുഗ്രഹം കൂടുതലായി ഉണ്ടാകും. ധനലാഭം, രോഗങ്ങളിൽ നിന്നും മുക്തി എന്നിവ ലഭിക്കും. ശത്രുദോഷം കുറയും. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സുബ്രഹ്മണ്യപ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.